അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ചതിന് ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാക്കുവാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബ തലങ്ങളുടെ മേല, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവനെ ശത്രു ബാധിച്ചു നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. ചിലതിന്റെ ജീവനെ കെടുത്തി ശത്രുവായവൻ, ഹല്ലേലൂയ, മറവ് ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന മണ്ഡലത്തിന്റെ മേലെ പരിശുദ്ധാത്മാവ് ദൈവം എന്ന പ്രാരംഭത്തിൽ വിളിച്ചു പറയുക, ഹല്ലേലൂയ, നിങ്ങൾ അവനെ അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവരെ, ഹല്ലേലൂയ, ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ആത്മാവാകുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ ആരാധിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ അയച്ചിട്ട്, ഹല്ലേലൂയ, ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു പകലത്രേ ഈ പകൽക്കാലം. നിങ്ങളുടെ നാട്ട പേരുകളെ മാറ്റിമറിച്ചുകൊണ്ട്, നിങ്ങളുടെ ഹീന അനുഭവങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്, ജീവനില്ലാത്ത അനുഭവങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ജീവൻ തരുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം പ്രാരംഭത്തിൽ ദൈവാത്മാവ് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു പകലാണ് ഈ പകൽക്കാലം. ഹല്ലേലൂയ, വീട്ടുകൊടുത്ത് ആരാധിക്ക്, ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിക്ക്, സമർപ്പിച്ച് വെച്ച് പ്രാർത്ഥിക്ക്. ദൈവം പ്രവർത്തിക്കുവാൻ ശൈത്താനാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, യേശുവേ നന്ദി, രാജാവേ നന്ദി, നന്ദിയോടങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ, 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 ആമേൻ. ശത്രുവായവൻ ലോകത്ത് നിന്ന് ചിലതിനെ, ആമേൻ, ജീവനറ്റ ശരീരമായി കാണുവാൻ ആഗ്രഹിക്കുന്ന മണ്ഡലത്തിന് മേല പരിശുദ്ധാത്മാവൻ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ജീവൻ കൊടുത്ത ദൈവത്തിന്, ആമേൻ, രക്ഷിക്കുവാൻ കഴിയും. രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല. പ്രാർത്ഥന കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, നാം ആദ്യം ചെയ്യുവാനുള്ളത് ദേവാലയത്തിലേക്ക് കടന്നുപോയി മുഴങ്കാലുകളെ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവാലോചന കേട്ട്, ആമേൻ, അതിനൊത്തവണ്ണമാണ് നാം അടുത്ത ഘട്ടം വഴികളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനുള്ളത്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതാണ് ദൈവത്തെ അറിഞ്ഞ ആമേൻ, ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ചെയ്യുവാനുള്ളത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ചതിന് ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാക്കുവാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ.
ആമേൻ സഭ ശ്രദ്ധയോടുകൂടെ ആമേൻ ഹല്ലേലൂയ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ആമേൻ. രോഗിക്കും പാപിക്കും സൗഖ്യമെന്ന് പാട്ടുകാരൻ പാടുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടുകൂടി പത്രോസിനു വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സഭയുടെ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവ പൈതലേ, അത് ചെറുതല്ല, അത് വളരെ വലുതാണ്. ആമേൻ. എങ്ങനെയുള്ള പ്രാർത്ഥന? ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ സാക്കുകെട്ടിനെ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചത് കൊണ്ടാണ് അതിന്റെ അകതളത്തിൽ ഹല്ലേലൂയ അഗ്നിയുടെ ഹല്ലേലൂയ നാളം കാണുവാൻ കഴിഞ്ഞത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു വസ്തുത കാണുമ്പോൾ അതിനെ വീക്ഷിക്കേണ്ടുന്ന മണ്ണ് വീക്ഷിക്കുമ്പോഴാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അതിന്റെ അകതളത്തിൽ മറഞ്ഞിരിക്കുന്ന ഗുഡൻസ് വെളിപ്പെട്ട് വരുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, ശ്രദ്ധയുള്ള പ്രാർത്ഥന അത് ഹല്ലേലൂയ അനേക രോഗങ്ങളെ സൗഖ്യമാക്കും. ഭൂതങ്ങൾ വിട്ടുപോകുവാനിടയാകും. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാനിടയാകും. കെട്ടുകൾ പൊട്ടി മാറുവാനിടയാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് ചെറിയ പ്രാർത്ഥനയല്ല, സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് വളരെ ഫലിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇങ്ങനെ പത്രോസിനെ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പറയുകയാണ്, രാജാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ആമേൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ദിനം പത്രോസിനെ ഹല്ലേലൂയ ആമേൻ ഉടമനരികബക്ഷരബ വശരബരബ ഒരലക്ഷജാല അരലക്ഷരിമാനഹചി ഉടബക്ഷരബ ഒരലക്ഷരിമാനഹ ഉടബലരികബക്ഷരബ. യേശുവേ സ്തോത്രം ചെയ്യുന്നു. അടുത്ത നിമിഷം നിന്നെ ഹല്ലേലൂയ ഒതുക്കി കളയുവാൻ, അടുത്ത നിമിഷം നിന്റെ ജീവന് ഹാനി വരുത്തുവാൻ, അടുത്ത നിമിഷം നിന്നെ ഭൂമിയിൽ നിന്ന് അവൻ മാറ്റിക്കളയുവാൻ ശത്രുവായവൻ ഹല്ലേലൂയ ആമേൻ കേണി വെച്ചപ്പോൾ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പറയാണ് അവിടെ ഒരു ദൂതനെ ദൈവം അയക്കുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പൈതലിനെ എവിടേക്കാണ് ഹല്ലേലൂയ ശത്രുവായവൻ ഒതുക്കി കളയുവാൻ പദ്ധതിയിടുന്നുവോ, ഒരു ദൈവത്തിന്റെ പൈതലിനെ എവിടെയൊക്കെയാണ് ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ ശത്രുവായവൻ ഹല്ലേലൂയ തന്ത്രങ്ങൾ വിനയുന്നുവോ, അപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കുന്നത് എന്ന പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? അപ്പോഴാണ് ദൈവ പ്രവൃത്തിയുടെ തുടക്കം കുറിക്കുന്നുവെന്ന് പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം വചനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പൈതലിന് നോട്ടപ്പേര് വരുത്തുവാൻ, ഹീനത വരുത്തുവാൻ, ശുശ്രൂഷകൾക്ക് കോട്ടം വരുത്തുവാൻ, സഭയ്ക്ക് പരാജയം വരുത്തുവാൻ ശത്രുവായവൻ ഹല്ലേലൂയ കെണികളും കയറുകളും കൊടുക്കുകളും മറച്ചു വെച്ചു ഹല്ലേലൂയ വീഴ്ച മാത്രം കാണുവാൻ, പരാജയം മാത്രം കാണുവാൻ, തകർച്ച മാത്രം കാണുവാൻ, ഭവനത്തിന്റെ ഒരു കോണുകളിൽ നമ്മെ ഒന്ന് ഒതുക്കി മാത്രം നിർത്തുവാൻ ശത്രുവായവൻ ആഗ്രഹിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ തുടക്കം കുറിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വചനം പറയുന്നു, ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്തു തട്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ആമേൻ. അവൻ പത്രോസിനെ വിലാപ്പുറത്തു തട്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ഉടമാന ബബ റീബക്ഷരബ വൈശ്യസ്യരബ ഉടമാന ഹക്ഷസ്യര
Dalachariba, Vasharaba, Damanahachas, Ribale Vachara, Roha Lacharoga, Vasharabaraba, Damaraba, Oshara, Ribanavach, Davalavach, Ribalavach, Davalava, Ribaba, Damanahachasi, Dabarabaraba, Orolochari Managa, Dalochari Bariba, Davalariga Manavacharaba. Hallelujah, 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 hallelujah. അറയിൽ വെളിച്ചമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ അനേകർക്ക് അതിനെ പ്രകാശിപ്പിച്ച് എടുക്കുവാൻ കഴിയുന്നില്ല, പുറത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അനേകരുടെ വിളക്കുകൾ ഈ നാളുകൾ കെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നമ്മുടെ തിരുനാള് ഒരിക്കലും അണഞ്ഞു പോകരുതേ. അത് ഹല്ലേലൂയ കൃപയോടുകൂടെ പ്രകാശിക്കുന്ന നാളുകളായി മാറണം ഈ നാളുകള്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ വിട്ടുകളയണ്ട. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏറ്റെടുത്തുകൊള്ളുക, പ്രാർത്ഥിച്ചുകൊള്ളുക. നമ്മുടെ ആരുടെയും കുടുംബങ്ങളിൽ മരണങ്ങൾ കടന്നു വരുവാൻ പാടില്ല. നാം ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. ആത്മാവിൽ മാത്രമല്ല, നാം ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ആമേൻ, ഹല്ലേലൂയ. വേദപുസ്തക അടിസ്ഥാനത്തില് സത്യ നമസ്കാരികളെന്ന് ആമേ പേരെടുക്കപ്പെട്ട നമ്മുടെ കുടുംബങ്ങള് നേരെ ശത്രുവായവൻ ചില ഹല്ലേലൂയ മന്ത്രവാദ ശക്തികളെ എഴുതി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും കർമ്മ വ്യാപാരങ്ങളും കടത്തി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാല ഹല്ലേലൂയ അതിനോട് എതിർത്ത് നിൽക്കുവാൻ, അതിനോട് പോരാടുവാൻ, അതിനോട് യുദ്ധം ചെയ്യുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ പകൽക്കാല ഹല്ലേലൂയ ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ ഉദിച്ചു നിൽക്കുന്ന ദൈവകൃപയുടെ അത്യന്ത സാന്നിധ്യം ഹല്ലേലൂയ അയ്യതിരുകളെ പൊട്ടിച്ചറിഞ്ഞ് പുറത്തു കൊണ്ടുവരണം. അറകളിൽ ചിലത് ഈ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദിനങ്ങളിൽ ഹല്ലേലൂയ മരവിച്ച് കിടക്കുമ്പോൾ ഉണർന്നുകൊള്ളുക, ഉണർന്നുകൊള്ളുക. ദൈവവചനം വിളിച്ചു പറയുക, ചാവാറായ ശേഷിപ്പുകളെ ശൈതീകരിക്കുക. യേശുവേ നന്ദി, പിതാവേ നന്ദി, നന്ദി കർത്താവേ നന്ദി. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും. മന്ത്രങ്ങൾ തന്ത്ര കത്തിപ്പോകും. സത്താന്റെ കോട്ട തകർന്നു വീഴും. മന്ത്രങ്ങൾ തന്ത്രം കത്തിപ്പോകും. സത്താന്റെ കോട്ട തകർന്നു വീഴും. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തന്മുൻപിൽ. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളോ ദൈവമക്കൾ തന്മുൻപിൽ. ദൂതരുടെ സംഘ കാവലായി നിൽക്കുന്നു അണിയണിയായി. ദൂതരുടെ സംഘ കാവലായി നിൽക്കുന്നു അണിയണിയായി. സത്താന്റെ കോട്ടകൾ തകർന്നു വീഴോ. യേശുവിനെ തത്താൽ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും. യേശുവിനെ തത്താൽ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും. യേശുവിനെ തത്താൽ. യേശുവിൻ നാമം അഗ്നിയാത്രേ.
നീയത്രേ യേശുവിൻ വചന വളത്രേ. ഓഹോ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ ഭജനെ. ഹല്ലേലൂയ. സാത്താന്യ ശക്തികളെ തകരട്ടെ, ആഭിചാര കോട്ടകൾ ഇടിയട്ടെ, മന്ത്രവാദ കെട്ടുകളെ പൊട്ടട്ടെ, നേർച്ച ശക്തികളെ തകരട്ടെ, കാലടികളെ ബന്ധിക്കുന്ന കെട്ടുകൾ എന്ന പകൽ വേളയിൽ പൊട്ടി മാറി. റിവ 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 ക്ഷാരപ ഡമാനവക്ഷ സ്യാരപ ശുഡബല റികപപ ഉഡമാനവക്ഷ സ്യാര ഡാലവക്ഷാരപ റഹോലക്ഷാരിബ വൈശസ്യാരപ ഉഡമാനവക്ഷസി റിവാലബബ അറലക്ഷാരപ ഉഡമാനവക്ഷസി റിവാബബ ഔഷസ്യാര ഡബലരികബ ഔഷസ്യാരബ റിമാനവക്ഷസി ഡബലരികബ വൈശസ്യാരബ ഉഡമാനബബബ അറലക്ഷാരബബ ഉഡമാനരികബബബ. പൈതലേ, നിന്റെ ആരോഗ്യത്തെ കെടുത്ത, നിന്റെ പുഷ്ടിയെ കെടുത്ത, നിന്റെ കാഴ്ചപ്പാടുകളെ ബന്ധിക്കുന്ന പോരാട്ടങ്ങളെ നോക്കിയിട്ട് പറ, യേശുവിന്റെ നാമത്തില് വിട്ടുപോ വിട്ടുപോ വിട്ടുപോ. സാത്താന്യ ശക്തികളെ വിട്ടുപോ വിട്ടുപോ വിട്ടുപോ. അകതളത്ത് തീനാളം ഉദിക്കട്ടെ 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 ഉദിക്കട്ടെ. തീക്കനകൾ കുന്നിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ കനലുകൾ ഓ ഹല്ലേലൂയ അത് പെരുകി വരട്ടെ. ടച്ച് 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 right now. ശൈതീകരിക്ക ശൈതീകരിക്ക ശൈതീകരിക്കണേ യേശുവിന്റെ നാമത്തിൽ. ബലം ധരിക്ക ബലം ധരിക്ക ബലം ധരിക്ക. യുഡമാന ബാബ റീ ബാബ ഷുഡാലക്ഷ റീ ബാബ വഷാര റീ ബാബ യുഡമാന വക്ഷസ്യാരബ. അൻസന്ന കേട്ടിട്ട് പോരാടുന്ന എല്ലാ ന്യായ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ വിട്ടു. റിബാ 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 അറലക്ഷ റിമാന ബാബ ഔഷസ് ജാല ജാല റഹലക്ഷാര റിമാന വക്ഷസ്യാര ഡബ ബബ ബബ ടച്ച് ഓഫ് ലോർഡ്. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ മുദ്ര വയ്ക്കുന്നു. ഉടമാന ബാബ റീബക്ഷാരബ വഷാരബ രബ യുഡമാന വക്ഷസ്യാരബ ഷുഡബല റികബ ബബ ഓരോലക്ഷാരമാന വക്ഷസി ഡബാരബ രബ. വചനം പറയുന്നു, ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഹല്ലേലൂയ, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ആമേൻ. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് ആമേൻ മുറുക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയാൽ കുളം കലങ്ങും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ബെഥസ്ത കുളക്കരയിൽ ആമേൻ 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ. അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങും, കുളം കലക്കും. ആമേൻ. ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി പിടിച്ചവനായാലും പിടിച്ചവളായാലും സൗഖ്യമുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇറങ്ങുവാൻ ഒരുക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മർമ്മം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ദൂതൻ വന്നു. ആമേൻ. ഹല്ലേലൂയ. വിലാപ്പുറത്ത് തട്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എഴുന്നേൽക്കുക. ആമേൻ. നരമുറുക്കുക, ചെരുപ്പിടുക എന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. ദൂതൻ മുഖാന്തരം സംഭവിക്കുന്നത് എന്നറിയാതെ വണ്ണം ഹല്ലേലൂയ പത്രോസ് ദൂതന്റെ പിന്നാലെ നടക്കുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, അറയിൽ വെളിച്ചം വന്നാൽ ബന്ധനം ഇരിക്കത്തില്ല, കെട്ടുകൾ ഇരിക്കത്തില്ല, ആഭിചാരങ്ങൾ ഇരിക്കത്തില്ല, മന്ത്രവാദങ്ങൾ ഇരിക്കത്തില്ല എന്ന പകൽക്കാലം ഞാനല്ല പറയുന്നത്, വചനം പറയുകയാണ്. ആമേൻ. പത്രോസിന്റെ കൈമേൽ കിടന്ന് ചങ്ങല ഊരി പോകുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അകമ്പാതലും പുറമ്പാതലും തുറക്കുവാനിടയായി. ഓ ഹല്ലേലൂയ. അവർ തെരുവിലേക്ക് കടന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സകല വാതിലുകളും അവർക്ക് സ്വതവേ തുറക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പണം ചെലവഴിച്ച് കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം
അഭിഷേകമുള്ള ഒരു ദൈവത്തിന്റെ പൈതലിനെ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ എത്രമാത്രം പേരുകൾ കെടുത്തി വച്ചിരുന്നാലും പ്രിയ ദൈവത്തിന്റെ പൈതലെ, ആമേൻ, അറയിലെ വെളിച്ചത്തെ കെടുത്തു കളയുവാൻ അനുവദിക്കരുത്. അറയിലെ വെളിച്ചം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കണം, അത് ജ്വലിച്ചു കൊണ്ടേയിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ, അന്തരാത്മാവിനെ കെടുത്തു കളയുവാൻ ഈ ലോകത്തിലെ കർമ്മങ്ങൾക്ക് സാധ്യമല്ല. ദൈവ പൈതലേ, പരമാർത്ഥതയിൽ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആ പരമാർത്ഥതയ്ക്ക് വിരോധമായി, ഓ ഹല്ലേലൂയ, ഈ ലോകത്തിലെ അന്ധകാര മണ്ഡലങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ പൈതലിന്റെ വിശ്വാസത്തെ കെടുത്തു കളയുവാൻ സാധ്യമല്ല എന്ന് ഈ പകൽക്കാലം വചനം വിളിച്ചു പറയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കും അവരുടെ മേൽ ഇന്ന് പകൽക്കാലം അളവില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പകലത്രേ ഈ പകല്. ആമേനയുടെ വചനം പറയുന്നു, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരക്കെട്ടി ചെരിപ്പയിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതവർക്ക് സ്വതവേ തുറന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആമേൻ, നാം അറിയാതെ വണ്ണം നമ്മുടെ നന്മയുടെ വാതിലുകളെ, പട്ടണത്തിന്റെ വാതിലുകളെ ശത്രു അടച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ അവയെ നോക്കിയിട്ട് പറ, ഇന്ന് പകൽക്കാലം അത് തുറന്നു വരുന്ന പകലാണ്. നന്മകളെ അടച്ച വാതിലുകൾ, വാഗ്ദത്തങ്ങളെ അടച്ച വാതിലുകൾ, ജനത്തിന്റെ വരവിനെ അടച്ച വാതിലുകൾ, ചില പ്രാർത്ഥനാ വിഷയങ്ങളെ അടച്ച വാതിലുകൾ ഇന്ന് പകൽക്കാലം തുറന്നു വിടുന്ന ഒരു പകലാണ്. ഒരു ഉറവ പൊട്ടി പുറത്തു വന്നാൽ ആ ഉറവയെ തടുത്തു വെക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവ പൈതലേ, ഹല്ലേലൂയ. അതിനാണ് ആമേൻ പറയപ്പെടുന്നത്, ആമേൻ, ഉരുൾപൊട്ടലെന്നും ഭൂകമ്പമെന്നും സുനാമി എന്നൊക്കെ പേർ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനും അതിനെ അമർച്ച ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു സയൻസുകൾക്ക് കഴിയത്തില്ല. ഒരു യന്ത്രങ്ങൾക്ക് സാധ്യമല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവം തുറക്കുന്ന ഉറവയെ അടയ്ക്കുവാനും ഈ ലോകത്തിലെ ഒരു സമ്പ്രദായങ്ങൾക്കും കഴിയത്തില്ല എന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരാൽ ചിലത് സംഭവിക്കുവാൻ പോകുകയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരുടെ വിശ്വാസത്തിന്റെ അളവുകൾ കെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ദൈവിക ആരാധനകൾക്ക് സ്ഥാനം കൊടുക്കാതായി തീരുന്നത്. ദൈവിക ആരാധനകൾക്ക് സ്ഥാനം കൊടുക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലത് ഇതിന്റെ അകതളത്തിലിരുന്ന് മുഴങ്കാലുകളെ മടക്കി നൂറുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെടുക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചില അറകളിൽ വെളിച്ചം ഉദിക്കുമായിരുന്നു. ചില ഹല്ലേലൂയ, ആമേൻ, താങ്ക് ലോർഡ്, ആമേൻ, ബെഡുകളുടെ മേലെ ദൈവപ്രവൃത്തി വെളിപ്പെടുമായിരുന്നു. നിന്റെ വിശ്വാസം എവിടെ? നിന്റെ പ്രത്യാശ എവിടെ? ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത്, നിന്റെ ആദ്യ വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം വിളിച്ചു പറയുന്നതിന്റെ മർമ്മം അതാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ പൈതലേ,
ഒരിക്കലും വിശ്വാസത്തിന് കോട്ടം വരുവാൻ പാടില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം കോപിക്കുന്നവരായിരിക്കാം, നാം സംസാരിക്കുന്നവരായിരിക്കാം, ആമേൻ, കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നവരായിരിക്കാം. പക്ഷേങ്കിൽ ആ ക്രിസ്തുവിലെ വിശ്വാസം ഒരിക്കലും അറ്റുപോകരുതേ. അത് അറ്റുപോകാതെ നിൽക്കുമെങ്കിൽ ദൈവം തക്ക സമയത്ത് ആ ബലമാകുന്ന ഉള്ളങ്കരങ്ങളിൽ നമ്മെ വഹിച്ചുകൊള്ളുവാൻ ശൈത്താനാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ, ആമേൻ, കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമുക്ക് മറഞ്ഞുകൊണ്ടായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.